1.5 കപ്പ് അരി ഉണ്ടെങ്കിൽ നമുക്കൊരു അടിപൊളി 4 മണി പലഹാരം തയ്യാറാക്കിയെടുക്കാം കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു 4 മണി പലഹാരം തന്നെയാണ് കേട്ടത്. അപ്പോൾ ഇതെന്താണെന്നല്ലേ, അരി ഉണ്ടയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് അരി, നമ്മൾ സാധാ ചോറൊക്കെ വയ്ക്കുന്ന ചാക്കരി ഉണ്ടല്ലോ, അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അരി കുറേശ്ശെയായിട്ട് ചീനച്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി നന്നായി ചൂടായതിന് ശേഷം മാത്രം അരി കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അപ്പോൾ അത് ഒരുമിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കരുത്, കുറേശ്ശെയായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അരി ഒരുമിച്ച് ഇട്ട് കൊടുക്കരുതെന്ന് പറഞ്ഞത്, നമ്മൾ ഒരുമിച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വേഗം തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ചിലതൊന്നും ശരിക്കും അങ്ങോട്ട് വേവൂല. അപ്പോൾ കുറേശ്ശെയാണെങ്കിൽ എല്ലാതും നല്ല പൊരിഞ്ഞ് കിട്ടും കേട്ടോ. പിന്നെ ഇത് വറക്കുമ്പോൾ തീ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക കേട്ടോ. നല്ല തീ കൂട്ടി വെച്ചിട്ട് തന്നെ വറുത്തെടുക്കുക. അപ്പോൾ അരിയൊക്കെ ഈ ഒരു പരുവായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. എന്നിട്ട് എല്ലാതും ഇതുപോലെ കുറേശ്ശെയായിട്ട് തന്നെ വറുത്തെടുക്കാം. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പിന്നെ അരി മാത്രമല്ല കേട്ടോ പൊടിക്കുന്നത്. അപ്പോൾ ഇതിൽ തേങ്ങ കൂടെ ഞാൻ കൂട്ടിയിട്ടുണ്ട്. തേങ്ങ ചിരകിയത് 1 കപ്പ് തേങ്ങ ചിരകിയതാണ് കേട്ടോ. അപ്പോൾ മിക്സിയിലിട്ട് കൊടുത്തിട്ടുള്ള വറുത്ത അരി ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലായിട്ട് തേങ്ങ ചിരകിയതും കൂടെ ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറൊരു കാര്യം, നമ്മൾ തേങ്ങ ചിരകിയത് തന്നെ വേണമെന്നില്ല, തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഈ അരിയുടെ കൂടെ ഇട്ട് പൊടിച്ചെടുക്കാം. പിന്നെ അതുമല്ല, നമ്മൾ കൊട്ടത്തേങ്ങ ഉണ്ടാവില്ലേ, അത് വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. വെറും കൊട്ടത്തേങ്ങ ചെറുതാക്കി കട്ട് ചെയ്തതും ഈ അരിയും അങ്ങനെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ശർക്കര ഉരുക്കിയതാണ്. അപ്പോൾ ഞാൻ 1.5 കപ്പ്, അപ്പോൾ ഞാൻ അളവൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെറുതാക്കി കത്തി കൊണ്ട് തന്നെ ഒന്ന് മുറിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എടുത്ത കപ്പിന് 1.5 കപ്പ് അളവിൽ ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ 1.5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ചതോ അല്ലെങ്കിൽ ഏലക്ക ചതച്ചതോ ചേർക്കാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ശർക്കര ചെറുതാക്കൊണ്ട് തന്നെ വേഗം ആവും കേട്ടോ. വേഗം ശർക്കരയൊക്കെ ഉരുക്കി കിട്ടും. കണ്ടോ, വേഗം തന്നെ ശർക്കര ഉരുക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച അരി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം വേഗം തീ ലോ ഫ്ലെയിമിലാക്കി വെക്കുക. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ഇളക്കി നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് അടുത്ത പരിപാടി നമുക്കിത് ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇത് ചെറിയ ഉരുളകളാക്കി എടുക്കണം നിർബന്ധമില്ല കേട്ടോ, ഇങ്ങനെയും കഴിക്കാം. ഞാൻ എന്തായാലും ചെറിയ ഉരുളകളാക്കി എടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളത് നല്ല കൈയൊക്കെ കഴുകി ഉരുളകളാക്കി എടുക്കുമ്പോൾ കയ്യിൽ വല്ലാണ്ട് ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ കൈ ഒന്നും കൂടെ നനച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് ഉരുളകളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു അടിപൊളി 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു പലഹാരം തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. പിന്നെ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ നട്ട്സൊക്കെ ചേർക്കാം കേട്ടോ. നട്ട്സൊക്കെ ചെറുതായി ഒന്ന് കട്ട് ചെയ്തിട്ട് അതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ശരി, ഇനി നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം.